ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ആൻഡ് സേഫ്റ്റി എന്നുള്ള സബ്ജക്റ്റിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതായത് പാർട്ട് സിയിൽ ഏകദേശം പാർട്ട് സിയിലെ ക്വസ്റ്റ്യൻസ് ആണ്. 7 മാർക്ക് 8 മാർക്ക് ഒക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ഹെൻറി ഫെയോൾസ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. ഹെൻറി ഫെയോളിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ നമുക്കറിയാം 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റാണ് അദ്ദേഹം അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഡിവിഷൻ ഓഫ് വർക്ക്. അതായത് ഒരു വർക്കിനെ നമ്മൾ ഡിവൈഡ് ചെയ്തു, സ്മോൾ ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ ഓരോ പെർട്ടിക്കുലർ ജോബ് സ്മോൾ ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, ആ പെർട്ടിക്കുലർ ജോബിന് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെപ്പറ്റി ഇൻസ്ട്രക്ഷൻ തരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഒരു സ്പെഷ്യലിസ്റ്റിന് നമുക്ക് ആവശ്യമുണ്ട്. അതാണ് പറഞ്ഞിട്ടുള്ളത്. എ ട്രെയിൻഡ് സ്പെഷ്യലിസ്റ്റ് ഈസ് റിക്വയർഡ് ടു പെർഫോം ഈച്ച് ജോബ്. അപ്പോൾ നമ്മൾ ഒരു ട്രെയിൻഡ് സ്പെഷ്യലിസ്റ്റ് നമ്മൾ അതിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെഷ്യലൈസേഷൻ, ആ ഒരു ജോലി ഒരു സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരിക്കും. അതിലേക്ക് ലീഡ് ചെയ്യാണ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ ആണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി എന്ന് വെച്ചാൽ നമുക്കറിയാം അധികാരം, റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ ഉത്തരവാദിത്വം. അതായത് ഒരു മാനേജർ, ഒരു ഓർഗനൈസേഷനിലെ ഒരു മാനേജർക്ക് അയാളുടെ സബോർഡിനേറ്റ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള അധികാരം, അതോറിറ്റി ഉണ്ട്. അതുപോലെ തന്നെ അയാൾക്ക് അയാളുടെ ജോലി ചെയ്യാൻ, അയാളുടെ മാനേജ്മെൻറ്റിൻ്റെ പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഡ്യൂട്ടിയും അയാൾക്കുണ്ട്. ആ ഡ്യൂട്ടി ആണ് അയാളുടെ റെസ്പോൺസിബിലിറ്റി. ഒന്നുകൂടെ പറയാം, മാനേജർക്ക് അയാളുടെ സബോർഡിനേറ്റ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ട്. അതുപോലെ തന്നെ അയാൾക്ക് അയാളുടെ ജോലി ചെയ്യാനുള്ള ഡ്യൂട്ടി ഉണ്ട്. അതായത് അയാളുടെ ഡ്യൂട്ടി ചെയ്യാൻ അയാൾ റെസ്പോൺസിബിളാണ്. അതാണ് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്താണ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു മാനേജർ അല്ലെങ്കിൽ ഒരു സുപ്പീരിയർ അവരുടെ സബോർഡിനേറ്റ്സിന് ഓർഡേഴ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കും. ഈ ഇൻസ്ട്രക്ഷൻസും ഓർഡേഴ്സൊക്കെ എന്ത് ചെയ്യണം? സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ വർക്കേഴ്സ് ഒബേ ചെയ്യണം. എന്നാലേ അവിടെ ഡിസിപ്ലിൻ ഉള്ള ഒരു ഓർഗനൈസേഷൻ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഫോർത്ത് വണ്ണാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. ഹെൻറി ഫെയോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏതൊരു ഓർഗനൈസേഷനും അല്ലെങ്കിൽ ഒരു വർക്കർക്ക് അല്ലെങ്കിൽ ഒരു എംപ്ലോയിക്ക്, ഇൻഡിവിജ്വൽ എംപ്ലോയിക്ക് ഒരൊറ്റ ബോസ് ഉണ്ടാവാനേ പാടുള്ളൂ. അതാണ് പറഞ്ഞിട്ടുള്ളത്. ദർ ഷുഡ് ബി വൺ ആൻഡ് ഓൺലി വൺ ബോസ് ഫോർ എവറി ഇൻഡിവിജ്വൽ എംപ്ലോയി. ദിസ് ഈസ് ടു പ്രിവെൻറ്റ് കൺഫ്യൂഷൻ റിഗാർഡിംഗ് ടാസ്ക് ടു ബി ഡൺ. എന്ന് വെച്ചാൽ നമ്മൾ കുറേ ബോസ് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ ആ ഓരോ ബോസ് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യണം? ഒബേ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് പകരം ഒരു എംപ്ലോയിക്ക് ഒറ്റ സുപ്പീരിയർ അല്ലെങ്കിൽ ബോസ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ അയാളുടെ ഇൻസ്ട്രക്ഷൻസ് മാത്രം നമ്മൾ ഒബേ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഏത് വർക്ക് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ പറ്റും. ഇനി ഫിഫ്ത്ത് വണ്ണാണ് യൂണിറ്റി ഓഫ് ഡിറക്ഷൻ. യൂണിറ്റി ഓഫ് ഡിറക്ഷൻ എന്ന് വെച്ചാൽ ഏതൊരു ഓർഗനൈസേഷനിലും ഒരു പെർട്ടിക്കുലർ ഡ്യൂട്ടി ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ ഒറ്റ പ്ലാനേ ഉണ്ടാവാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് കണ്ടില്ലേ, there should be one plan for each group of activities having the same objective. അതായത് സെയിം ഒബ്ജക്റ്റീവ് ഉള്ള ഒറ്റ പ്ലാനേ ഉണ്ടാവാൻ പാടുള്ളൂ. എന്നാലേ അതിനൊരു യൂണിറ്റി ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. സിക്സ്ത് വണ്ണാണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷൻ അതിലൊരു മാനേജർ ഉണ്ട്, അതേപോലെ വർക്കേഴ്സ് ഉണ്ട്. അപ്പം മൊത്തത്തിൽ ജനറൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ്, അതായത് ഒരു ജോലി ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ കുറിച്ചുള്ള അഭിപ്രായം പറയുക, അങ്ങനെയാകുമ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവും. കോമൺ ആയിട്ട് എല്ലാവരും പറയുന്ന കാര്യങ്ങളുണ്ടായിരിക്കും. അത് അപ്പോൾ എന്താണ്? ആ ജനറലായിട്ട് ഇൻട്രസ്റ്റ് ആണ് മാനേജർ അംഗീകരിക്കേണ്ടത്. അല്ലാതെ ആ മാനേജർ അയാളുടെ തീരുമാനം മാത്രം എടുക്കുകയല്ല ചെയ്യേണ്ടത്. ജനറലായിട്ട് മൊത്തത്തിലുള്ള അഭിപ്രായം അതാണ് അയാൾ അംഗീകരിക്കേണ്ടത്. പിന്നെ സെവൻത്ത് വണ്ണാണ് റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ്. അതായത് സാലറീസ്, വേജസ് ഒക്കെ നമ്മൾ കറക്റ്റായിട്ട്, അതായത് ഒരു ഫെയർ ആയിട്ട് നല്ലൊരു എന്ത് ചെയ്യണം? നല്ലൊരു സാലറി ആയിരിക്കണം. ആ എംപ്ലോയറും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സാലറി അല്ലെങ്കിൽ ഫെയർ വേജ് ആയിരിക്കണം കൊടുക്കേണ്ടത്. അതാണ് റെമ്യൂണറേഷനെ പറ്റി പറയുന്നത്. പിന്നെ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ എന്ന് വെച്ചാൽ the concentration of decision making authority is called centralization, whereas its dispersal among more than one person is known as decentralization.
അതായത് ഈ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു മാനേജർ നേരത്തെ പറഞ്ഞു അയാൾക്ക് അയാളുടെ സബോർഡിനേറ്റ്സിനെ കൺട്രോൾ ചെയ്യാൻ അധികാരം ഉണ്ടെന്ന് പറഞ്ഞു. അത് അയാളുടെ കാര്യങ്ങൾ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റിയുടെ കോൺസെൻട്രേഷനാണ് സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞത്. അതായത് മാനേജർ എന്ത് ചെയ്യണം, അയാളുടെ അധികാരം അയാൾ തന്നെയാണ് നിർവഹിക്കേണ്ടത്, അല്ലാതെ വേറൊരാൾക്ക് അയാളുടെ അതോറിറ്റി അയാൾ കൊടുക്കാൻ പാടില്ല. അതാണ് സെൻട്രലൈസേഷൻ ഡീസെൻട്രലൈസേഷൻ വെച്ചാൽ ഉദ്ദേശിക്കുന്നത്. അയാൾ ചെയ്യേണ്ട കാര്യം അയാൾ തന്നെ ചെയ്യണം, അല്ലാതെ വേറൊരാൾക്ക് അയാളുടെ അധികാരം കൈമാറാൻ പാടില്ല. പിന്നെ അടുത്തതാണ് സ്കേലാർ ചെയിൻ. സ്കേലാർ ചെയിൻ എന്ന് വെച്ചാൽ എന്താ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതോറിറ്റി റെസ്പോൺസിബിലിറ്റിൻ്റെയൊക്കെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഹയസ്റ്റ് ടു ലോവസ്റ്റ് റാങ്കിലേക്കുള്ള അതോറിറ്റി അതാണ് സ്കേലാർ ചെയിൻ. പിന്നെ 10ാമത്തേതാണ് ഓർഡർ. ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരു പീപ്പിളും മെറ്റീരിയൽസും, അതായത് ഈ ജോലി ചെയ്യാനുള്ള മെറ്റീരിയൽസ് അതേപോലെ ജോലി ചെയ്യാനുള്ള ആളുകൾ ഒക്കെ ഉണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യണം, അതിൻ്റെ കറക്റ്റ് പ്ലേസിലായിരിക്കണം. എന്നാലും നമുക്ക് ആ ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി മാക്സിമം ആക്കാൻ പറ്റുള്ളൂ. ഒരു ജോലി ചെയ്യാനുണ്ട്, അപ്പോൾ ആ ജോലി ചെയ്യാനുള്ള ആളുകൾ ഒരു സ്ഥലത്ത്, അത് ചെയ്യാനുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ മെഷീൻസ് ഒക്കെ വേറെ സ്ഥലത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച രീതിയിൽ ഒരു കമ്പനീൻ്റെ ഔട്ട്കം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് എന്ത് ചെയ്യണം, കറക്റ്റ് ആളുകൾ കറക്റ്റ് പ്ലേസിൽ കറക്റ്റ് സമയത്ത് അവിടെ ഉണ്ടായിരിക്കണം. അതിൻ്റെ ഒരു കറക്റ്റ് ഓർഡറിൽ അവിടെ ഉണ്ടായിരിക്കണം. അതാണ് ഓർഡർ. ഇനി അടുത്താണ് ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് വെച്ചാൽ എന്തായാലും എല്ലാ സബോർഡിനേറ്റ്സും ഒരുപോലെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. അതായത് ചില സബോർഡിനേറ്റ്സിനെ അല്ലെങ്കിൽ വർക്കേഴ്സിനെ നമ്മൾ അവരെ ഡിസ്കറേജ് ചെയ്യുന്ന രീതിയിലാക്കരുത്. എല്ലാവർക്കും ഒരേ തുല്യത ഉണ്ടായിരിക്കണം ഒരു ഓർഗനൈസേഷനിൽ. എല്ലാവർക്കും ഒരുപോലെ തന്നെ എല്ലാവരോടും ബിഹേവ് ചെയ്യണം. പിന്നെ സ്റ്റെബിലിറ്റി അടുത്ത പോയിൻ്റാണ് സ്റ്റെബിലിറ്റി. സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ എംപ്ലോയി ടേൺ ഓവർ മിനിമൈസ് ചെയ്താലേ ഒരു ഓർഗനൈസേഷനിലെ എഫിഷ്യൻസി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതായത് എംപ്ലോയി ടേൺ ഓവർ എന്ന് വെച്ചാൽ ഒരു കമ്പനിയിൽ നിന്ന് പല കാരണങ്ങൾ കൊണ്ട് ലീവ് ചെയ്ത് പോകാം, വർക്കേഴ്സ് ലീവ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ലീവ് ചെയ്ത് പോണതിൻ്റെ ഒരു റേഷ്യോ ആണ് എംപ്ലോയി ടേൺ ഓവർ അല്ലെങ്കിൽ ലേബർ ടേൺ ഓവർ എന്ന് പറയുന്നത്. അതായത് ലേബർ ടേൺ ഓവർ കുറച്ച് കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി മാക്സിമം ആക്കാൻ പറ്റുള്ളൂ. ഒരു എക്സാമ്പിൾ നമുക്ക് എടുത്തു നോക്കാം. ഒരു കമ്പനിയിൽ വർക്കേഴ്സും മാനേജ്മെൻറ്റും തമ്മിലൊരു നല്ല റിലേഷനിലല്ല എന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആളുകൾ എന്ത് ചെയ്യും, അവിടെ നിന്ന് ലീവ് ചെയ്യും, വർക്കേഴ്സ് ലീവ് ചെയ്ത് പോകും. അല്ലെങ്കിൽ സാലറിയുടെ കാര്യങ്ങൾ കാരണത്താൽ എന്തെങ്കിലും അതാ ലീവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ പുതിയത് വരുന്ന ആളുകൾക്ക് നമ്മൾ കൂടുതൽ ട്രെയിനിങ് കൊടുക്കണം. അതുപോലെ കൂടുതൽ നമ്മൾ ക്യാഷിൻ്റെ രൂപത്തിലായാലും അല്ലാത്ത കാര്യത്തിലായാലും കൂടുതൽ നമ്മൾ എഫേർട്ട് എടുക്കണം. അല്ലെങ്കിൽ കൂടുതൽ ക്യാഷ് ചിലവാക്കേണ്ടി വരും പുതിയ ആളുകൾക്ക്. അതായത് പെർട്ടിക്കുലർ ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ വിചാരിച്ച ടൈമിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റില്ല, ഗോള് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എംപ്ലോയി ടേൺ ഓവർ കുറച്ച് കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ സ്റ്റേബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫ്രീഡം ടു തിങ്ക് ഔട്ട് ന്യൂ പ്ലാൻസ്. അതായത് പുതിയ ഐഡിയാസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വർക്കേഴ്സിന് എന്തെങ്കിലും പുതിയ ഐഡിയാസോ അല്ലെങ്കിൽ ടെക്നിക്സൊക്കെ എന്തെങ്കിലും നമ്മളെ കമ്പനി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ അച്ചീവ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ അഭിപ്രായങ്ങൾ പറയാനും ഇതിനൊക്കെയുള്ള ഒരു സ്വാതന്ത്ര്യം, ഫ്രീഡം ഉണ്ടായിരിക്കണം. അതാണ് ഇനീഷ്യേറ്റീവ് എന്നുള്ളതുകൊണ്ട് ഒരു തുടക്കം കുറിക്കുക. അതിന് വർക്കേഴ്സ് എന്ത് ചെയ്യുക, അവരുടെ ഐഡിയാസ് പറയാനുള്ള ഫ്രീഡം അവർക്ക് ഉണ്ടായിരിക്കണം. പിന്നെ അടുത്താണ് എസ്പിരിറ്റ് ഡി കോപ്സ്. 14ാമത്താണ് എസ്പിരിറ്റ് ഡി കോപ്സ് എന്ന് വെച്ചാൽ ഇതൊരു ഫ്രഞ്ച് വേർഡാണ്. അതിൻ്റെ മീനിങ് എന്താണ്, യൂണിയൻ ഈസ് സ്ട്രെങ്ത്. അതായത് ഒരു ഗ്രൂപ്പ് വർക്ക്, അതായത് നമ്മുടെ വർക്കേഴ്സിന് എന്ത് ചെയ്യാം, മെമ്പേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിലെ മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് ടുഗദർ എല്ലാവരും വർക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ആ ഒരു ഓർഗനൈസേഷൻ സക്സസ് ആയി എന്ന് പറയാൻ പറ്റും. കാരണം എല്ലാവരും ഒരുമിച്ച് നിന്നാൽ എന്ത് ചെയ്യാൻ പറ്റും, അതിന് കറക്റ്റ് ഔട്ട്കം അല്ലെങ്കിൽ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ഗ്രോത്ത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതാണ് എസ്പിരിറ്റ് ഡി കോപ്സ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 14 പറഞ്ഞു. ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ, യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡിറക്ഷൻ, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്, റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ്, സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ, സ്കേലാർ ചെയിൻ, ഓർഡർ, ഇക്വിറ്റി, സ്റ്റെബിലിറ്റി, ഇനീഷ്യേറ്റീവ്, എസ്പിരിറ്റ് ഡി കോപ്സ്. അങ്ങനെ 14 കാര്യങ്ങൾ പറഞ്ഞു. ഇനി അടുത്ത ഇതിൻ്റെ അണ്ടറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് വേറെ കണ്ടിട്ടുള്ളത്. കമ്പയർ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ടൈലർ ആൻഡ് ഹെൻറി ഫയോൾ
അതുപോലെ തന്നെ ഇവരുടെ കോൺട്രിബ്യൂഷൻസിൽ കുറച്ച് കാര്യങ്ങൾ സിമിലർ ആയിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ ഡിസിമിലർ ആയിട്ടുണ്ട്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ഡിസിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ കമ്പാരിസൺ ആണ്. ഫസ്റ്റ് ടേബിൾ ടൈലറും സെക്കൻഡ് ടേബിൾ ഹെൻറി ഫയോളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൽ ടൈലർ എന്താണ് ചെയ്തത്, അയാളുടെ അറ്റൻഷൻ എന്തിലായിരുന്നു, ഷോപ്പ് ഫ്ലോറിലുള്ള പ്രോബ്ലംസ്, അതായത് നമ്മൾ പണിയെടുക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അത് നമ്മളെ വർക്കേഴ്സ്, അദ്ദേഹം എന്ത് ചെയ്തു, ബോട്ടം ലെവലിലാണ് അദ്ദേഹം അറ്റൻഷൻ കൊടുത്തിട്ടുള്ളത്. വർക്കേഴ്സിൻ്റെ പ്രോബ്ലംസ് ഒക്കെയാണ് അദ്ദേഹം അറ്റൻഷൻ കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഹെൻറി ഫയോള് അറ്റൻഷൻ കൊടുത്തിട്ടുള്ളത് എവിടെയായിരുന്നു, ടോപ്പ് ലെവലിൽ, മാനേജേരിയൽ ലെവലിലൊക്കെ ആയിരുന്നു. ടോപ്പ് ലെവൽ ഫങ്ഷൻസിലാണ് ഹെൻറി ഫയോൾ കൂടുതൽ അറ്റൻഷൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ സെക്കൻഡ് പോയിൻ്റാണ് വർക്ക്ഡ് ഫ്രം ബോട്ടം ഓഫ് ഇൻഡസ്ട്രിയൽ ഹൈറാർക്കി അപ്വാർഡ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷോപ്പ് ഫ്ലോറിൽ നിന്നാണ്, അതായത് പണിയെടുക്കുന്ന സ്ഥലത്ത് വർക്കേഴ്സിൻ്റെ രീതിയിൽ നിന്നാണെന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. ബോട്ടം ഇൻഡസ്ട്രിയൽ ഹൈറാർക്കിക്ക് ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്കാണ് അദ്ദേഹം പോയിട്ടുള്ളത്. ഹെൻറി ഫയോൾ ആണെങ്കിൽ ഫോക്കസ്ഡ് ഓൺ ചീഫ് എക്സിക്യൂട്ടീവ് ആൻഡ് വർക്ക്ഡ് ഡൗൺവാർഡ്സ്. അദ്ദേഹം ഫോക്കസ് ചെയ്തിട്ടുള്ളത് ചീഫ് ലെവൽ എക്സിക്യൂട്ടീവിൻ്റെ ലെവലിൽ നിന്നും പിന്നെ അതിന് താഴത്തേക്കാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ അടുത്ത പോയിൻ്റാണ് എയിം വാസ് ടു എൻഹാൻസ് പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബേഴ്സ് ആൻഡ് എലിമിനേറ്റ് വേസ്റ്റേജസ്. ലേബർ അതായത് പ്രൊഡക്ടിവിറ്റി കൂട്ടാനും പിന്നെ വേസ്റ്റേജൊക്കെ കുറക്കാനും വേണ്ടിയിട്ടാണ് ടൈലർ എയിം ചെയ്തിട്ടുള്ളത്. പിന്നെ ഹെൻറി ഫയോൾ ആണെങ്കിലോ ഒരു യൂണിവേഴ്സൽ തിയറി ഓഫ് മാനേജ്മെൻറ്റ് ഡെവലപ്പ് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ അടുത്ത പോയിൻ്റാണ് കോൾഡ് ഹിസ് ഫിലോസഫി ആസ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. ടൈലറിൻ്റെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്നാണ് അയാളുടെ ഫിലോസഫീനെ അയാൾ വിളിച്ചിട്ടുള്ളത്. ഹെൻറി ഫയോളിൻ്റെതാണെങ്കിൽ ജനറൽ തിയറി ഓഫ് അഡ്മിനിസ്ട്രേഷനാണ്. പിന്നെ അടുത്ത പോയിൻ്റ്, ടൈലർ അറിയപ്പെട്ടിട്ടുള്ളത് എന്താണ്, ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. കാരണം അദ്ദേഹം സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിലാണ് ടൈലർ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. ഹെൻറി ഫയോൾ ആണെങ്കിൽ ഫാദർ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. എന്തുകൊണ്ടാണ് പറയുന്നത്, അദ്ദേഹം 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് അയാൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫാദർ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നാണ് ഹെൻറി ഫയോൾ അറിയപ്പെടുന്നത്. അങ്ങനെ 2 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത് വന്ന ക്വസ്റ്റ്യൻസ് ഏകദേശം ഒരു 6 ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരുപോലെ ഏകദേശം വന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് എക്സ്പ്ലെയിൻ പാർട്ട്ണർഷിപ്പ് ഓർഗനൈസേഷൻ ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് ഓണർഷിപ്പിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. 4 ടൈപ്പ് ഓണർഷിപ്പ് ഉണ്ട്. അതിൽ പാർട്ട്ണർഷിപ്പ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് പാർട്ട്ണർഷിപ്പും കോപ്പറേറ്റീവ് സൊസൈറ്റിയും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്ക്രൈബ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്. അപ്പോൾ ജോയിൻറ്റ് സ്റ്റോക്കിനെ പറ്റി ചോദിച്ചു. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രൈബ് ഇൻ ബ്രീഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓണർഷിപ്പ്. അതിൽ ഓണർഷിപ്പിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് തന്നെ ചോദിച്ചു. അപ്പോൾ 4 എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ അടുത്ത പോയിൻ്റാണ് ഡിസ്ക്രൈബ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വിത്ത് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ. കോപ്പറേറ്റീവ് സൊസൈറ്റീനെ പറ്റി ചോദിച്ചു. പിന്നെ ഡിസ്ക്രൈബ് ഫോർമേഷൻ ആൻഡ് സ്കോപ്പ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്. എക്സ്പ്ലെയിൻ പാർട്ട്ണർഷിപ്പ് ഓർഗനൈസേഷൻ വിത്ത് ഇറ്റ്സ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ ചോദിച്ചു, 4 കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് മാത്രമാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ അത് മൊത്തത്തിൽ ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നമുക്ക് ഓണർഷിപ്പിനെ പറ്റി നോക്കാം. ഓണർഷിപ്പ് എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്, ഒരു ഓർഗനൈസേഷന് ഒരു ഓണർ ഉണ്ടായിരിക്കും. ആ ഓണർഷിപ്പിൻ്റെ ടൈപ്പാണ് നമ്മൾ പറയുന്നത്. അതിൽ 4 ടൈപ്സ് ഉണ്ട്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, രണ്ടാമത്താണ് പാർട്ട്ണർഷിപ്പ്, മൂന്നാമത്തത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, നാലാമത്തത് കോപ്പറേറ്റീവ് സൊസൈറ്റി. അതിൽ ഫസ്റ്റ് വണ്ണാണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ ഓണറേ ഉണ്ടായിരിക്കുള്ളൂ. അത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, ഒറ്റ ഓണർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ആ ഓണർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അതിനുള്ള ക്യാപിറ്റൽ ഇറക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആ ഒറ്റ ഓണർ മാത്രമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഈ പേഴ്സൺ ഹൂ റൺസ് ദ ബിസിനസ് ഈസ് കോൾഡ് സോൾ ട്രേഡർ. ഈ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ ആ ബിസിനസ് ചെയ്യുന്ന ആളെ പറയുന്ന പേരാണ് സോൾ ട്രേഡർ. ആൻഡ് സ്റ്റാർട്ട്സ് വിത്ത് ഹിസ് ഓൺ ക്യാപിറ്റൽ. അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ വെച്ചിട്ട് മാത്രമാണ് അയാൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് കുറച്ച് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ ഉണ്ട്. എന്താണ്, നമ്മൾ പറഞ്ഞു ഒരാളൊറ്റയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമാകുമ്പോൾ ചെറിയതായിരിക്കും, ഒരു വലിയൊരു ഫേമൊന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്യില്ല. അപ്പം അത് ഈസി ആയിരിക്കും, അത് സ്റ്റാർട്ട് ചെയ്യാൻ ഈസി ആയിരിക്കും, സിമ്പിളായിരിക്കും. പിന്നെ സിമ്പിൾ ഓർഗനൈസേഷനാണ്. പിന്നെ മൂന്നാമത്തെ പോയിൻ്റ് എന്താണ്, റിക്വയർ ലെസ് ക്യാപിറ്റൽ. കാരണം എന്താ, റിക്വയർ ലെസ് ക്യാപിറ്റൽ. ഒരാൾ ഒറ്റയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞു, അപ്പോൾ അയാളുടെ ക്യാപിറ്റലുള്ളത് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ക്യാപിറ്റൽ മതി, വലിയ ഫേമൊന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്യില്ലല്ലോ.
പിന്നെ ഡിസഡ്വാൻറ്റേജസ് ആണ് ലിമിറ്റഡ് ക്യാപിറ്റൽ. കാരണം നമ്മൾ പറഞ്ഞു ഒരാൾ ഒറ്റക്കാണ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അയാളുടെ അടുത്തുള്ള ക്യാഷ് മാത്രമേ അതിൽ ഉണ്ടാവുള്ളൂ, അല്ലാതെ വേറെ ഷെയറും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ആയിരിക്കും ക്യാപിറ്റൽ. പിന്നെ സ്കില്ല് ലിമിറ്റഡ് ആണെന്ന് പറയാൻ കാരണം ഒരാൾ ഒറ്റയ്ക്ക് തുടങ്ങുന്ന ഓർഗനൈസേഷനാണ്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അയാളുടെ സ്കില്ല് മാത്രമേ യൂസ് ചെയ്യണുള്ളൂ, അല്ലാതെ വേറെ ആളുടെ അഭിപ്രായം ചോദിക്കുക കാര്യങ്ങളൊന്നും ചെയ്യണില്ല. അപ്പോൾ അയാളുടെ സ്കില്ല് മാത്രമേ അതിലുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് സ്കിൽ ഈസ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. പിന്നെ മോർ റിസ്ക്, എന്ത് റിസ്ക് വന്നാലും അയാൾ ഒറ്റയ്ക്ക് അത് എന്ത് ചെയ്യണം, ഹാൻഡിൽ ചെയ്യണം. അതുകൊണ്ടാണ് മോർ റിസ്ക് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വൺ ആണ് പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പിൽ നമുക്കിതിൽ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ട്രേഡേഴ്സ് ആൻഡ് ഈച്ച് പേഴ്സൺ ഈസ് കോൾഡ് പാർട്ട്ണർ. ഓരോ ഇൻഡിവിജ്വൽ ട്രേഡേഴ്സ് ഉണ്ടാവും, ഇൻഡിവിജ്വൽ ട്രേഡേഴ്സിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും. അതിൽ ആ ഓരോ ആളുകളെ പറയുന്ന പേരാണ് പാർട്ട്ണർ. ഇനി രണ്ട് ടൈപ്പ് ഓർഗനൈസേഷൻസ്, ബാങ്കിങ്, നോൺ ബാങ്കിങ്. ബാങ്കിങ് ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ മിനിമം നമ്പർ ഓഫ് പേഴ്സൺ 2 ആയിരിക്കും, മാക്സിമം 10 ആയിരിക്കും ബാങ്കിങ്ങിൽ. ഇനി നോൺ ബാങ്കിങ് ആണെന്നുണ്ടെങ്കിൽ മിനിമം 2 ആണ്, മാക്സിമം 20 ആയിരിക്കും. കണ്ടില്ലേ, ബാങ്കിങ് ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ അതിലെന്തായിരിക്കും മിനിമം രണ്ടിലും ഒരുപോലെയാണ്. ബാങ്കിങ് ആയാലും നോൺ ബാങ്കിങ് ആയാലും 2 ആയിരിക്കും. മാക്സിമം ബാങ്കിങ് ഫീൽഡിൽ മാക്സിമം 10ഉം നോൺ ബാങ്കിങ് ഫീൽഡിൽ മാക്സിമം 20 ആയിരിക്കും. ഇനി ഇതിലെന്താണ്, പാർട്ട്നേഴ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും പാർട്ട്നേഴ്സ് തമ്മിൽ എന്ത് ചെയ്യാണ്, ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. ഇനി അടുത്ത പോയിൻ്റാണ് പ്രോഫിറ്റ് ഈസ് ഷെയർഡ് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ്, അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി പാർട്ട്നേഴ്സ് നമുക്ക് അറിയാം, 2 ടൈപ്പ് പാർട്ട്നേഴ്സ് ഉണ്ട്, ആക്റ്റീവ് പാർട്ട്ണറും പിന്നെ സ്ലീപ്പിംഗ് പാർട്ട്ണറും. ആക്റ്റീവ് പാർട്ട്ണർ നമുക്ക് അതിൽ പേരിൽ പറഞ്ഞിട്ടുണ്ട്, എന്ത് ചെയ്യും, ആ മാനേജ്മെൻറ്റിൽ ആക്റ്റീവ് റോള്, അയാളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ അതിലുണ്ടായിരിക്കും. സ്ലീപ്പിംഗ് പാർട്ട്ണർ അതിൻ്റെ അയാൾ ക്യാഷ് മാത്രം, അതായത് ക്യാപിറ്റലിലേക്കുള്ള ഷെയർ മാത്രമേ അയാൾ ഇടുന്നുള്ളൂ, അല്ലാതെ അതിൽ ആക്റ്റീവായിട്ട് മാനേജ്മെൻറ്റിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. പിന്നെ അപ്പോൾ ഇതിനും കുറച്ച് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ ആണ് ക്യാപിറ്റൽ ഈസ് ലാർജ്. കാരണം 2 കൂടുതൽ ആളുകൾ ഷെയർ ചെയ്യുന്നുണ്ട് ക്യാപിറ്റൽ, അപ്പം ക്യാപിറ്റൽ ലാർജ് ആയിരിക്കും. ഇത്ര 2-3 കൂടുതൽ ആളുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടേതായിട്ടുള്ള സ്കില്ലുകളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. പിന്നെ മൂന്നാമത്താണ് ലോസസ് വിൽ ബി ഷെയർഡ്. ലോസസും ഇനി പ്രോഫിറ്റ് ആയാലൊക്കെ ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജ് എന്താണ്, അതോറിറ്റി ഈസ് ഷെയർഡ്. കാരണം ഇതിൽ വർക്കർ എന്ത് ചെയ്യും, വർക്കർക്ക് കുറേ സുപ്പീരിയേഴ്സ് ഉണ്ടാവും. അപ്പം ഓരോ സുപ്പീരിയറിൻ്റെയും അവരെന്ത് ചെയ്യുക, അവർക്കുള്ള അതോറിറ്റി എന്താണ് ഷെയർ ചെയ്തിട്ടാണ് ഉള്ളത്. കാരണം എല്ലാവർക്കും ഒരുപോലെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ടാണ് അതോറിറ്റി ഷെയർഡ് എന്ന് പറയുന്നത്. പിന്നെ ലാക്ക് ഓഫ് സ്റ്റെബിലിറ്റി. കാരണം പലരും പല ആളുകളായിരിക്കും, അപ്പോൾ പലരുടെയും ഡിസിഷന് പല രീതിയിലായിരിക്കും. അതുകൊണ്ടാണ് ഒരു സ്റ്റേബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ എന്താണ്, ഡിസിഷൻ മേക്കിംഗ് ടേക്സ് ടൈം. കാരണം കുറേ 2 കൂടുതൽ ആളുകൾ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു പാർട്ട്നേഴ്സ്. അപ്പം ഓരോരുത്തരുടെയും ഡിസിഷൻ മേക്കിംഗ് നമ്മൾ എന്ത് ചെയ്യും, അംഗീകരിക്കണം. അതുകൊണ്ട് തന്നെ ഡിസിഷൻ മേക്കിങ്ങിന് കൂടുതൽ ടൈം എടുക്കും. ഇനി മൂന്നാമത്തതാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് എന്ന് പറയുന്നത്. ജോയിൻറ്റ് സ്റ്റോക്കിൽ എന്താണ്, 20 ആളിൽ കൂടുതലുണ്ടായിരിക്കും. അതാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് പോയിന്റ് കണ്ടില്ലേ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മോർ ദാൻ 20 persons. 20 ആളുകളിൽ കൂടുതലുണ്ടായിരിക്കും. ഇതിൽ ജോയിൻറ്റ് സ്റ്റോക്കിലുള്ള ആ പാർട്ട്നേഴ്സ്, അതായത് അതിലുള്ള ഇൻഡിവിജ്വൽസിനെ പറയുന്ന പേരാണ് ഷെയർ ഹോൾഡേഴ്സ്. ആൻഡ് ദേ പ്രൊവൈഡ് ക്യാപിറ്റൽ ഡിവൈഡഡ് ഇൻ ടു ഷെയർസ്. അവരെന്ത് ചെയ്യും, ക്യാപിറ്റൽ അവരുടെ ഷെയർ അതിലുണ്ടായിരിക്കും. ഈ ഷെയർ ഹോൾഡേഴ്സ് എന്നാണ് പറയുന്നത്. ഇതിലുള്ള മാനേജിങ് ബോഡീനെ പറയുന്ന പേരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ജോയിൻറ്റ് സ്റ്റോക്കിലുള്ള ഒരു മാനേജിങ് ബോഡി ഉണ്ടായിരിക്കും, അതിനെ പറയുന്ന പേരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇനി ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി നമ്മൾ പറഞ്ഞു 20 കൂടുതൽ ആളുകൾ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അതാണ് പാർട്ട്ണർഷിപ്പും ജോയിൻറ്റ് സ്റ്റോക്കും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ അതിൽ 2 ടൈപ്പ് ഉണ്ട്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, പബ്ലിക് ലിമിറ്റഡ് കമ്പനി, അങ്ങനെ 2 ടൈപ്പ് ഉണ്ട്. അതിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ എന്താണ്, ക്യാപിറ്റൽ ഈസ് ഫ്രം പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് എന്ന് ഓരോ പ്രൈവറ്റ് ആളുകളുടെ കയ്യിൽ നിന്നായിരിക്കും ക്യാപിറ്റൽ എടുത്തിട്ടുള്ളത്. പക്ഷേ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണെങ്കിലോ ക്യാപിറ്റൽ ഈസ് കളക്റ്റഡ് ഫ്രം പബ്ലിക് ബൈ സ്മോൾ വാല്യൂസ്. കുറച്ച് ക്യാഷ് വീതം എടുത്തിട്ട് പബ്ലിക്കിൻ്റെ അടുത്തു നിന്നാണ് ക്യാപിറ്റൽ നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഇനി മറ്റേതിലാണെങ്കിൽ പ്രൈവറ്റിലാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ആളുകളായിരിക്കും, മറ്റേതിൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ പബ്ലിക്കിൻ്റെ എന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്.
ഇനി ഇതിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലാവുമ്പം നമ്പർ ഓഫ് പേഴ്സൺ ഈസ് ബിറ്റ്വീൻ 2 and 50, അതായത് 2 മുതൽ 50 വരെ ആളുകൾ ഉണ്ടായിരിക്കും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ. ഇതിലോ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 7. പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ 7-നേക്കാളും കുറയാൻ പാടില്ല, പക്ഷേ അതിന് അപ്പർ ലിമിറ്റ് ഒന്നും ഇല്ല. ദർ ഇസ് നോ അപ്പർ ലിമിറ്റ്. ഇനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീൻ്റെ ഒരു അടുത്ത പോയിൻ്റാണ്, ഇതിൽ നമ്മൾ പറഞ്ഞു പ്രൈവറ്റ് ആൾ ഇൻഡിവിജ്വൽസിൻ്റെ ക്യാപിറ്റലാണ് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഈ കമ്പനീൻ്റെ രജിസ്ട്രാറിന് അത് എന്ത് ചെയ്യുന്ന അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒന്നും നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട ഫയൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ പബ്ലിക്കിൻ്റെ ആകുമ്പോൾ പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കണമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോസ്പെക്ടസും ഡോക്യുമെൻറ്റ്സൊക്കെ നമ്മൾ ഇഷ്യൂ ചെയ്യണം, പബ്ലിക്കിന് ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതാണ് ഇതിൽ പറഞ്ഞത്, ഇറ്റ് ഇഷ്യൂ പ്രോസ്പെക്ടസ് ടു പബ്ലിക്. മറ്റേതിൽ നമുക്ക് എന്ത് ചെയ്യാണ്ട രജിസ്ട്രാറിൻ്റെ അടുത്തേക്ക് ഡോക്യുമെൻറ്റ്സ് ഒന്നും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത പോയിൻ്റാണ് റെസ്ട്രിക്ട് ദ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ടു പബ്ലിക്. കാരണം നമ്മൾ ഇൻഡിവിജ്വൽസ് ആണ് ഇതിന് ക്യാപിറ്റൽ ഷെയർ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഷെയർ ഒന്നും പബ്ലിക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണെന്നുണ്ടെങ്കിൽ നോ റെസ്ട്രിക്ഷൻ ഫോർ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്, കാരണം അതിന് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, ഷെയറിന് ട്രാൻസ്ഫർ ചെയ്യാൻ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഇനി അടുത്തത് എന്താണ്, അഡ്വാൻറ്റേജസ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്. അപ്പോൾ എന്താണ്, കുറേ ആളുകൾ പറഞ്ഞു, നമ്മൾ പറഞ്ഞു 50 ആളുകളിൽ ഉണ്ടാവും, ചിലത് അപ്പർ ലിമിറ്റ് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാർജ് മണി ക്യാൻ റൈസ്, ലാർജ് മണി നമുക്ക് കുറേ ആളുകളിലുണ്ട് ക്യാപിറ്റൽ നമുക്ക് ലാർജ് വാല്യൂ കിട്ടും. പിന്നെ കമ്പനീസ് ലൈഫ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ലൈഫ്. അതിൽ നമ്മൾ ഷെയർ ഇട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ ആ ഷെയർ ഹോൾഡർ അയാളുടെ ലൈഫിൻ്റെ വെച്ചിട്ടൊന്നും എന്ത് ചെയ്യുന്നില്ല, അതിനെ അഫക്റ്റ് ചെയ്യില്ല, കമ്പനീൻ്റെ ലൈഫിനെ അഫക്റ്റ് ചെയ്യൂല. പിന്നെന്താണ്, ലോസ് ഈസ് ഡിവൈഡഡ്, ലോസിന് ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഡിസഡ്വാൻറ്റേജ് കുറച്ചുണ്ട് ഇതിൽ. ലീഗൽ ഫോർമാലിറ്റീസ്, കാരണം കൂടുതൽ ആളുകൾ ഉണ്ടാവുന്ന ഫേമാണ്, അപ്പോൾ എന്തെങ്കിലും ലീഗൽ ഫോർമാലിറ്റീസൊക്കെ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ലീഗൽ ഫോർമാലിറ്റീസ് കൂടുതലായിരിക്കും. പിന്നെ കമ്പനീസ് മാനേജ്ഡ് ബൈ ബിഗ് ഷെയർ ഹോൾഡേഴ്സ്. പിന്നെ അടുത്ത പോയിൻ്റാണ് ഡിവൈഡഡ് റെസ്പോൺസിബിലിറ്റി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെസ്പോൺസിബിലിറ്റിയൊക്കെ ഡിവൈഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ഇനി അടുത്ത പോയിൻ്റാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി. പേജ് തിരിഞ്ഞാണ് വന്നിട്ടുള്ളത്, അപ്പോൾ നമ്മൾ നോക്കാം. കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് വോളണ്ടറി ഡെമോക്രാറ്റിക് ഓണർഷിപ്പ് ഫോംഡ് ബൈ സം മോട്ടിവേറ്റഡ് ഇൻഡിവിജ്വൽസ് ഫോർ ഒബ്റ്റെയിനിങ് ദ നെസസിറ്റീസ് ഓഫ് എവറിഡേ ലൈഫ് അറ്റ് റേറ്റ് ലെസ് ദാൻ തോസ് ഓഫ് മാർക്കറ്റ്. അതായത് നമുക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ജനങ്ങൾക്ക് സർവീസാണ് നമ്മളതിൻ്റെ മെയിൻ എയിം, അല്ലാതെ പ്രോഫിറ്റ് അല്ല. അപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റിൽ ഉള്ള റേറ്റിനേക്കാൾ കുറഞ്ഞ റേറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, ആളുകൾക്ക് സാധനങ്ങളൊക്കെ ആണെങ്കിലും എത്തിച്ചു കൊടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങുന്നത്. എക്സാമ്പിളാണ് കോപ്പറേറ്റീവ് ബാങ്ക്, കോപ്പറേറ്റീവ് സൊസൈറ്റി, സപ്ലൈകോ. ഇതൊക്കെ നമുക്കറിയാം. സപ്ലൈകോ എന്നൊക്കെ നമ്മൾ കടകളിൽ ഉള്ളതിനേക്കാളും കുറഞ്ഞ റേറ്റിലാണ് നമുക്ക് സപ്ലൈകോയിൽ സാധനങ്ങൾ കിട്ടുക. അപ്പോൾ അതിന് വേണ്ടി മെയിൻ എയിം എന്താണ്, സർവീസാണ്, അല്ലാതെ പ്രോഫിറ്റ് അല്ല. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ഈസി ടു ഫോം, ലിമിറ്റഡ് ലയബിലിറ്റി, മെയിൻ മോട്ടീവ് ഇസ് സർവീസ്, നോ വൺ പേഴ്സൺ ക്യാൻ മേക്ക് ഹ്യൂജ് പ്രോഫിറ്റ്. കാരണം എന്താണ്, ഇതിൽ നമ്മൾ പ്രോഫിറ്റ് അല്ല നമ്മൾ എയിം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇൻഡിവിജ്വലിന് അതിൽ പ്രോഫിറ്റ് കൂടുതൽ ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാക്കാനൊന്നും പറ്റില്ല. പിന്നെ മോണിറ്ററി ഹെൽപ്പ് ക്യാൻ സെക്യൂർഡ് ഫ്രം ഗവൺമെൻറ്. കാരണം ഗവൺമെൻറ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഹെൽപ്പും ഉണ്ടായിരിക്കും. ഗവൺമെൻറ്റിൻ്റെ അവർ മോണിറ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യും, നമുക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഗവൺമെൻറ് അടുത്ത് നിന്ന് കിട്ടും. പിന്നെ ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തൊക്കെയാണ്, ലാക്ക് ഓഫ് സീക്കേഴ്സ്. കാരണം കുറേ ആളുകൾ ഇതായിട്ടുള്ള ആണ്. പിന്നെ എന്താ, സർവീസാണ് നമ്മൾ മെയിൻ എയിം എന്ന് പറഞ്ഞു. അപ്പം അതിന് വലിയ സീക്രസി ഒന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ കറപ്ഷൻ എന്ന് വെച്ചാൽ അഴിമതി, കറപ്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ കോമ്പറ്റീഷൻ കുറവായിരിക്കും. കാരണം പ്രോഫിറ്റ് അല്ലല്ലോ നമ്മൾ എയിം ചെയ്യുന്നത്. പ്രോഫിറ്റ് എയിം ചെയ്യുമ്പോഴാണല്ലോ എന്തുണ്ടാവുക, കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കുക. ഇതിൽ നമ്മൾ കോമ്പറ്റീഷൻ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ഇനി അങ്ങനെ ഈ ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് നമുക്ക്
ഇപ്പോൾ ഇതിനെപ്പറ്റി കുറേ ക്വസ്റ്റ്യൻസ് വന്നു, അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ട് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ വേജസ് ആൻഡ് ലിസ്റ്റ് ഔട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേജസ്. ഏതൊക്കെയാണ് വേജ് എന്ന് പറഞ്ഞാൽ? എന്താണ് നമുക്കറിയാം, സാലറി തന്നെയല്ലേ നമ്മൾ പറയില്ലേ, നമ്മൾ വേജ് സാലറി തന്നെയാണ് നമ്മൾ വേജ് എന്ന് പറയാം. അതായത് ഇറ്റ് ഈസ് ഡിഫൈൻ ആസ് എ സം ഓഫ് മണി പെയ്ഡ് അണ്ടർ കോൺട്രാക്ട് ബൈ ആൻ എംപ്ലോയർ ടു വർക്കർ ഫോർ സർവീസ് റെൻറ്റഡ്. അതായത് ഒരു വർക്കർ ചെയ്ത ജോലിക്ക് അയാൾക്ക് കിട്ടേണ്ടതായിട്ടില്ല, അയാൾക്ക് കൊടുക്കണ മണിയാണ് വേജ് എന്ന് പറയുന്നത്. ഇനി എന്താണ് വേജസ്? ഒരു 4 വിധം വേജസ് ഉണ്ട്. അതൊക്കെ ഫസ്റ്റ് വൺ ആണ് നോമിനൽ വേജ്. നോമിനൽ വേജ് എന്ന് വെച്ചാൽ നമ്മൾ ക്യാഷ് രൂപത്തിൽ നമുക്ക് കിട്ടുന്ന വേജ്, അതാണ് നോമിനൽ വേജ്. ഇനി അടുത്താണ് റിയൽ വേജ്. റിയൽ വേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ദ എമൗണ്ട് നീഡഡ് ടു നെസസിറ്റീസ്, കംഫർട്ട്സ്, ലക്ഷറീസ് ആൻഡ് ക്യാഷ് പേയ്മെൻറ്റ്സ് വിച്ച് എ വർക്കർ ക്യാൻ ഗെറ്റ് ഇൻ റിട്ടേൺ ഓഫ് ഹിസ് എഫേർട്ട് ആൻഡ് വർക്ക്. അതായത് ഒരു വർക്കറിന് അയാളുടെ ജോലിക്ക് പകരം നമുക്ക് കിട്ടണം എന്താണ്, അത് ലക്ഷറി ആവാം, കംഫർട്ടിന്, അങ്ങനെ ക്യാഷ് പേയ്മെൻറ്റ്, എങ്ങനെ എല്ലാം ആവാം, അങ്ങനെ എല്ലാം അതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അതാണ് റിയൽ വേജ് എന്ന് പറയുന്നത്. നോമിനൽ വേജ് ആകുമ്പോൾ മണിയായിട്ട് കിട്ടുന്നത്, മണീൻ്റെ രൂപത്തിൽ കിട്ടുന്നത്. റിയൽ വേജ് ആകുമ്പോൾ അത് ലക്ഷറി ഐറ്റംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ ഉണ്ടായിരിക്കും. പിന്നെ മിനിമം വേജ് എന്ന് പറഞ്ഞാൽ അതിന് ഒരു വർക്കർക്ക് കൊടുക്കാൻ പറ്റും, അയാളുടെ ഇതിനനുസരിച്ചല്ല, അയാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മിനിമം ആണ്, ഒരു കോമ്പൻസേഷൻ ആണ് മിനിമം വേജ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് എ കോമ്പൻസേഷൻ ടു ബി പെയ്ഡ് ബൈ ആൻ എംപ്ലോയർ ടു ഹിസ് വർക്കർ ഇറസ്പെക്റ്റീവ് ഓഫ് ഹിസ് എബിലിറ്റി ടു പേ. അതാണ് പറഞ്ഞത്. പിന്നെ അടുത്താണ് ലിവിങ് വേജ്. ലിവിങ് വേജ് എന്ന് പറഞ്ഞാൽ അതിലെന്തൊക്കെപ്പെടും? അതാണ് ഏറ്റവും ഹൈ ലെവലിലുള്ളത്. ദിസ് വേജ് ഈസ് വൺ വിച്ച് ഷുഡ് എനേബിൾ ദ ഏണർ ടു പ്രൊവൈഡ് ഫോർ ഹിംസെൽഫ് ആൻഡ് ഹിസ് ഫാമിലി നോട്ട് ഓൺലി ദ ബേസ് എസെൻഷ്യൽസ് ഓഫ് ഫുഡ്, ക്ലോത്തിങ് ആൻഡ് ഷെൽട്ടർ ബട്ട് എ മെഷർ ഓഫ് കംഫർട്ട് ഇൻക്ലൂഡിങ് എഡ്യൂക്കേഷൻ ഫോർ ഹിസ്. അതായത് അയാൾക്ക് ഏറ്റവും ഹയസ്റ്റ് ലെവലിലുള്ള വേജാണ് ലിവിങ് വേജ്. ഒരു വർക്കർ അയാൾക്കുള്ള ചിലവ് കൂടാതെ തന്നെ അയാളുടെ മക്കൾക്കുള്ള എഡ്യൂക്കേഷൻ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ഹെൽത്തിനുള്ള ഇൻഷുറൻസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നതാണ്. അതായത് ഒരു ലൈഫിൻ്റെ സ്റ്റാൻഡേർഡിനെയാണ് അത് നമുക്ക് അതിൻ്റെ മെഷർമെൻ്റ് ആണ് ശരിക്കും അതിനെ റെപ്രസെൻ്റ് ചെയ്യാണ് ചെയ്യുന്നത് ലിവിങ് വേജ് എന്ന് വെച്ചാൽ. ഇനി അടുത്താണ് ഫെയർ വേജ്. ഫെയർ വേജ് എന്ന് പറയുമ്പോൾ നോമിനൽ വേജിനേക്കാളും മിനിമം വേജിനേക്കാളും കൂടുതലും ആയിരിക്കണം, പിന്നെ ലിവിങ് വേജിനേക്കാളും താഴ്ന്ന രീതിയിലും ആയിരിക്കണം. അതാണ് ഒരു ഫെയർ വേജ് എന്ന് പറയുന്നത്. അതേപോലെ ഇതിൽ പറഞ്ഞിട്ടുള്ള ബാക്കി ക്വസ്റ്റ്യൻസ്, അപ്പോൾ വേജസ് നമ്മൾ നോക്കി, 5 ടൈപ്പ് വേജസ് ഉണ്ട്. നോമിനൽ വേജ്, മിനിമം വേജ്, ഫെയർ വേജ്, ലിവിങ് വേജ്, പിന്നെ ഏതാണ് ഒരു വേജും കൂടെ ഉണ്ട് റിയൽ വേജ്. അങ്ങനെ 5 ടൈപ്പ് ഫെയറിനെ പറ്റി. പിന്നെ ഇൻസെൻറ്റീവ്സും നമ്മൾ നോക്കണം. ഇൻസെൻറ്റീവ്സ് എന്ന് വെച്ചാൽ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാൻ, ആ ഇൻസെൻറ്റീവ്സ് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ നമ്മളെ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് ഇൻസെൻറ്റീവ്സിൽ പെടുന്നത്. അതും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ബാക്കി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. സ്റ്റേറ്റ് ദ ഫങ്ഷൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. കുറച്ച് ഫങ്ഷൻസ് ഉണ്ടല്ലോ, പെർഫോമൻസ് അപ്രൈസൽ, ഫീഡ്ബാക്ക് ആൻഡ് കോച്ചിങ്, അങ്ങനെ കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് എന്തായാലും പഠിക്കണം. പിന്നെ ലിസ്റ്റ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ട്രെയിനിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്? നമ്മുടെ കമ്പനീനെ വെച്ച് പറയുമ്പം കമ്പനീൻ്റെ പ്രോഫിറ്റ് കൂട്ടാൻ, ക്വാളിറ്റി കൂട്ടാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ വർക്കറിൻ്റെ രീതിയിൽ വർക്കറിൻ്റെ ഒരു പെർഫോമൻസിനെ വെച്ച് നോക്കുമ്പോൾ വർക്കറിൻ്റെ പെർഫോമൻസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അവരുടെ സ്കില്ലിങ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിലും പറഞ്ഞിട്ടുണ്ട്, അതും നോക്കുക. പിന്നെ ഡിസ്ക്രൈബ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഓർഗനൈസേഷൻ സ്ട്രക്ചർ മൂന്നെണ്ണം ഉണ്ട്. ലൈൻ ഓർഗനൈസേഷൻ, സ്റ്റാഫ് ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ഫങ്ഷണൽ ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. അങ്ങനെ 3 ടൈപ്പ് ഫങ്ഷണൽ ഓർഗനൈസേഷൻസ് ഉണ്ട്. അതൊക്കെ ഫ്ലോ ചാർട്ട് വരച്ചിട്ട് അതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ അത് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രെയിനിങ്. ഇനി അടുത്താണ് എക്സ്പ്ലെയിൻ പോയിന്റ് മാനുവൽ സിസ്റ്റം ഓഫ് ജോബ് ഇവാലുവേഷൻ. ഇത് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ജോബ് ഇവാലുവേഷനിൽ പറഞ്ഞിട്ടുണ്ട് ഗൈഡിങ്, റാങ്കിങ്, പോയിന്റ് സിസ്റ്റം, അങ്ങനെ കുറച്ച് മെത്തേഡ്സ് പറഞ്ഞിട്ടുണ്ട്. അതിൽ പോയിന്റ് ഇവാലുവേഷൻ സിസ്റ്റമാണ് ചോദിച്ചിട്ടുള്ളത്.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ് ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് നമുക്കറിയാം, പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിങ്, കൺട്രോളിങ്, ഡിസിഷൻ മേക്കിംഗ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതും നോക്കി വരിക. ഇത്രയും കാര്യങ്ങൾ എന്തായാലും എക്സാമിന് പഠിച്ചിട്ട് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോവുക. പാർട്ട് 2B പാർട്ട് C ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും പഠിച്ചു പോവുക. ഓൾ ദി ബെസ്റ്റ്.